നമസ്കാരം. മലയാളികളുടെ എല്ലാം പ്രിയ താരം ഗായത്രി അരുൺ ഇപ്പോൾ അതീവ ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനം തന്റെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നു എന്നത് തന്നെയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. എന്റെ മുഖം കണ്ട് ആരും ഇനി പണമടയ്ക്കരുത് എന്ന് വികാരാധീനയായി താരം പറയുമ്പോൾ പുറത്തുവരുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ തട്ടിപ്പിന്റെ വിവരങ്ങളാണ്. സംഭവം ഇങ്ങനെയാണ്. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താരം അതിഥിയായി എത്തിയിരുന്നു. ഒരു ഉദ്ഘാടക എന്ന നിലയിൽ തന്റെ ജോലി പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും പിന്നീട് താരം കാണുന്നത് ആ ചടങ്ങിലെ തന്റെ ചിത്രങ്ങൾ വെച്ച് സ്ഥാപനം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രൊഫൈൽ പിക്ചറായി പോലും ഗായത്രിയുടെ ചിത്രം മാറ്റിയതോടെ നടി നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണെന്ന് കരുതിയാവണം 300-ലധികം വിദ്യാർത്ഥികളാണ് അവിടെ അഡ്മിഷൻ എടുത്ത് പെട്ടുപോയത്. എന്നാൽ പണമടച്ച കുട്ടികൾക്ക് പിന്നീട് യാതൊരു സേവനവും ലഭിക്കാതെ വന്നതോടെ അവർ ഗായത്രിയെ പല വഴിയിലൂടെ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു. തന്റെ ഇൻബോക്സിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ മെസ്സേജുകൾ കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്ന് ഗായത്രി വെളിപ്പെടുത്തുന്നു. ഗൂഗിൾ റിവ്യൂവിൽ പോലും പണം നഷ്ടപ്പെട്ടവരുടെ കരച്ചിലുകൾ താൻ കണ്ടുവെന്ന് താരം വെളിപ്പെടുത്തി. തന്റെ അനുവാദമില്ലാതെ തന്റെ ചിത്രം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിനെതിരെ ഗായത്രി ഇതാ ഇപ്പോൾ നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. സ്ഥാപനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. കൂടാതെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും പോലീസിനെയും താരം വിവരം ധരിപ്പിച്ചു കഴിഞ്ഞു. ഉദ്ഘാടന ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നേതാവ് ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കും എന്ന് താരം ഉറപ്പിച്ചു പറയുന്നു. തട്ടിപ്പിനിരയായ കുട്ടികളോടും മാതാപിതാക്കളോടും ഉടൻ തന്നെ കേസ് ഫയൽ ചെയ്യാനും താരം ഉപദേശിച്ചു. സിനിമയിലെ ആ പഴയ ദീപ്തി ITS ഇപ്പോൾ അനീതിക്കെതിരെ പോരാടുന്ന യഥാർത്ഥ ഗായത്രിയായി മാറിയിരിക്കുന്നു. ഓൺലൈൻ പഠനത്തിന്റെ കാലത്ത് ഇത്തരം ചതിക്കുഴികൾ എവിടെയും ഉണ്ടാകാം എന്ന വലിയ ഒരു സന്ദേശമാണ് താരം നൽകുന്നത്. പണം പോയത് പോട്ടെ, ഇനി ഒരു കുട്ടിയുടെയും ഭാവി തകരാൻ അനുവദിക്കരുത് എന്ന ഒരൊറ്റ ഉറച്ച നിലപാടിലാണ് ഗായത്രി അരുൺ. സെലിബ്രിറ്റികളുടെ മുഖം കണ്ട് ചാടി വീഴുന്നതിന് മുൻപ് സ്ഥാപനങ്ങളെക്കുറിച്ച് നന്നായി അന്വേഷിക്കണമെന്ന് ഈ വാർത്ത നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറുന്ന കൊച്ചിയിലെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇതൊരു വൻ താക്കീതാണ്. പേസ്ട്രി കോളങ്ങളിൽ നിറയുന്ന തിളക്കത്തേക്കാൾ ചതിക്കപ്പെടുന്നവരുടെ കണ്ണീരിന് വില നൽകുന്ന ഗായത്രി അരുൺ പോലെ വ്യക്തിത്വമുള്ള താരങ്ങളുടെ ഈ നിലപാട് മലയാള സിനിമയിലെ മറ്റുള്ളവർക്കും ഒരു ഉത്തമ മാതൃകയാണ്. നിയമപരമായ കാരണങ്ങളാൽ സ്ഥാപനത്തിന്റെ പേര് താരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വഞ്ചകർ ഉടൻ നിയമത്തിന് മുന്നിലെത്തുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഈ വാർത്തയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.